ഹലോ അസ്സലാമലൈക്കും ഗൈസ്. ഇന്ന് നമ്മളൊരു ഹെൽത്തി വെജിറ്റബിൾ ആണ് കറി വെക്കാൻ പോണത്. ഇത് ബീട്രൂട്ട് പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ പേരാണ് നൂൽക്കോല്. ഡയറ്റീഷ്യൻ പറഞ്ഞു തന്നിട്ട് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്, ഫൈബർ കണ്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പം നമ്മളിതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ കാന്താരിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഉണ്ട്, ഒരു 3-4 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമുക്ക് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നല്ലൊരു ചുവട് കട്ടിയുള്ള ചീഞ്ചട്ടിയിലും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെയാണ്. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തതിനെയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കണം. ഇത് മൂത്ത് അങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു കോഴിൻ്റെ മുട്ടേനെ ഇട്ട് കൊടുക്കാം. ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മുട്ട ഇടാത്തവർക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇതിനെ നമ്മൾ നല്ലോണം മുട്ട ചിക്കണ പോലെ നല്ലോണം അങ്ങോട്ട് ചിക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിനെ നല്ലോണം ചിക്കി വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ. ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഞാൻ തൂക്കണത്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നൂൽക്കോലിനെ കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം തട്ടിപ്പൊത്തി നമുക്കൊരു 10 മിനിറ്റ് ആവിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ ഇത് നമ്മുടെ കേബേജ് ഒലത്തിയതുപോലെ ഇരിക്കും, കണ്ടോ. അപ്പോൾ പുറത്ത് ആരോ ബെല്ലടിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ബാല്യകാല സിഗിയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ സർപ്രൈസായി. പിന്നെ അവൾ വന്നു, ലഞ്ച് ടൈമാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ചു. നൂൽക്കോലൊക്കെ എടുത്തിട്ട് അവൾക്ക് വാരിയെ കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവളെനിക്കൊരു വാച്ചൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സൊറയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ. ഇടയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും. ചായ കുടിച്ചു. അവൾ എനിക്ക് പരിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പരിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളൊന്ന് പുറത്തോട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. സ്നേഹപൂർവ്വം ലിബിമോൾ.